സലിം മാലിക് കൂടിയുണ്ട്. സലിം, ഒട്ടേറെ പേരുണ്ട്. ഇവർക്കെല്ലാവർക്കും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയം നൽകുമെന്നാണ് കരുതുന്നത്. എപ്പോഴാകും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക? ഇനി അമ്മ അല്പസമയത്തിനകം വീട്ടിലേക്ക് എത്തിച്ചേരും. പുതിയ വിവരങ്ങൾ. അനുജ, ഇവിടെ 10:30 മുതൽ 12 മണി വരെ പൊതുദർശനം എന്നുള്ളതായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ആ സമയക്രമമൊക്കെ തെറ്റി. കാരണം മിഥുൻ എന്ന പൊന്നുമോന് ഒരു നാടൊന്നാകെ ആദരമർപ്പിച്ച് അന്ത്യാഞ്ജലി അർപ്പിച്ച് കടന്നു പോകുമ്പോൾ ആ കണക്കൊക്കെ ഒന്നാകെ തെറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 10:30 ഇവിടെ എത്തുമെന്ന് പറഞ്ഞ ആ മൃതദേഹം വിലാപയാത്ര, വലിയ തിരക്ക്, റോഡിൽ കാത്തുനിന്ന ജനങ്ങളെ എല്ലാവരെയും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയതിനു ശേഷം ഇവിടേക്ക് എത്തിയപ്പോൾ 11:30 അടുത്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 12 മണിക്ക് ഇവിടെ നിന്നും ഈ പൊതുദർശനം പൂർത്തിയാക്കി മടങ്ങാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴില്ല. ഇതെപ്പോൾ കഴിയും എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. കാര്യം ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരു വലിയ ജനസഞ്ചയം ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയതിനേക്കാൾ എത്രയോ മടങ്ങ് ജനം നേരത്തെ തന്നെ ഇവിടെ വന്ന ഉടൻ തന്നെ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അതിനനുസരിച്ച് ആളുകൾ ഒഴുകി ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ്. ഇവിടേക്ക് എത്തുന്ന എല്ലാവർക്കും അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയതിന് ശേഷം മാത്രമേ മിഥുനെ ഇവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്കിവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊരു വേദനയാണിത് എന്നല്ലാതെ ഒരു വാക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രമേൽ കഴിഞ്ഞ 3 ദിവസം മുൻപ് വരെ മിഥുൻ കേരളത്തിലെ എല്ലാവരാലും അറിയുന്ന ഒരാളായിരുന്നില്ല. ഈ സ്കൂളിലെ, അവൻ്റെ നാട്ടിലെ അവനെ അറിയുന്നവർക്കൊക്കെ വേണ്ടപ്പെട്ടവനായിരുന്നു, പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നുമായി മിഥുൻ കേരളത്തിൻ്റെ മകനായി മാറുന്ന കാഴ്ച, അതിൻ്റെ പ്രതിഫലനം എന്നോണമാണ് ഈ മനുഷ്യക്കടൽ ഇവിടെ കൊഴുകിയെത്തുന്നത്. അത് ഏതെങ്കിലും നിലയിൽ അവൻ അന്തിമോപചാരം അർപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, സിസ്റ്റത്തിന്റെ പിഴവുകൊണ്ട്, അധികൃതരുടെ പിഴവുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു പൊന്നുമോനോട് അവസാനം ഈ നാടൊന്നാകെ മാപ്പ് ചോദിക്കുന്ന കാഴ്ച കൂടിയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇപ്പോൾ ഈ മൃതദേഹത്തിനരികെ നമുക്ക് കൊടിക്കുന്നിൽ സുരേഷ് MP യെയും PC വിഷ്ണുനാഥ് MLA യെയും കോവൂർ കുഞ്ഞുമോൻ MLA യെയും ഒക്കെ കാണാൻ കഴിയും. ഒപ്പം തന്നെ കോവൂർ കുഞ്ഞുമോൻ MLA യോട് തോൾ ചേർന്ന് നിൽക്കുന്ന, തൊട്ടുപുറകിൽ നിൽക്കുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഉല്ലാസ് കോവൂരാണ്. അങ്ങനെ സർവ്വ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മറന്ന്, സർവ്വ വിയോജിപ്പുകളും മറന്ന് തോളോട് തോൾ ചേർന്നുകൊണ്ട് ആ പൊന്നുമോനെ യാത്ര അയക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, അത് എല്ലാ ഭരണ സംവിധാനങ്ങളും, പഞ്ചായത്തിൻ്റെ, സ്കൂൾ അധികൃതരുടെ, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ, വൈദ്യുത വകുപ്പിൻ്റെ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളുടെയും പിഴവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരെ കുറ്റപ്പെടുത്തണമെന്നതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വേദന, തീർത്താൽ തീരാത്ത വേദനയാണ് ഇവിടെ ഈ നിലയിൽ ഇപ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും ഇവരിങ്ങനെ ഒത്തൊരുമിച്ച് നിന്ന് ആ പൊന്നുമോന് യാത്രാമൊഴി നൽകുന്നത് എന്നുള്ളതാണ്. ഇതേ സ്കൂളിൽ, ഇതേ സ്കൂളിലെ ഇതേ സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ച് വലിയ ഫുട്ബോൾ കളിക്കാരനാകണമെന്ന സ്വപ്നവുമായാണ് മിഥുൻ ഇവിടേക്ക് കടന്നു വന്നത്. 1 മാസം മാത്രമാണ് മിഥുൻ ഈ സ്കൂളിലേക്ക് എത്തിയിട്ടാകുന്നത്. പക്ഷേ അതിനുള്ളിൽ തന്നെ ഈ സ്കൂളിലെ അധ്യാപകരുടെ, ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ടവനായി മാറിയതാണ് മിഥുൻ. സ്വന്തം കാര്യത്തിനേക്കാളും മറ്റുള്ള മനുഷ്യരെ കൂടി സ്നേഹിക്കാനും കരുതാനുമുള്ള ബോധം ഈ ചെറിയ പ്രായത്തിലെ മിഥുനുണ്ടായിരുന്നു. ഏതെങ്കിലും നിലയിൽ മരണശേഷം പറയുന്ന നല്ല വാക്കുകളല്ല മിഥുനെക്കുറിച്ച് നമ്മളിവിടെ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ പറയുന്നത്. അതിനുമപ്പുറം അത് സത്യസന്ധമായി തന്നെ പറയുന്നതാണ്. ഒരു 13കാരന്, ഒരു 8ാം ക്ലാസ്സുകാരൻ അതിനേക്കാൾ ഉയർന്ന പക്വതയും അപരസ്നേഹവും ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് കൂടിയാണ്. മിഥുന്റെ മരണത്തിൽ പോലും അത് അങ്ങനെ തന്നെ നമുക്ക് കാണാനും കഴിയും. കാരണം സ്വന്തം ചെരുപ്പെടുക്കാൻ വേണ്ടിയല്ല ആ കെട്ടിടത്തിന് മുകളിലേക്ക് മിഥുൻ കയറിയത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന മറ്റൊരു വസ്തുത, മിഥുന്റെ വീട്ടിൽ ഒരു ചെറിയ കുടുക്കയിൽ മിഥുൻ ശേഖരിച്ചിരുന്ന ചില്ലറത്തുട്ടുകൾ കണ്ടിരുന്നു. അതിന്റെ ചില്ലറത്തുട്ടുകൾ എന്തിന് ശേഖരിച്ചു എന്ന് പറഞ്ഞാൽ, 1 രൂപയുടെ ഒരു മുട്ടായിക്ക് പോലും അത് എടുക്കാതെ ഒരു ചെരുപ്പ് സ്വന്തമായി വാങ്ങണമെന്ന ആഗ്രഹത്തിലായിരുന്നു ആ തുക അവിടെ ആ കുടുക്കയിൽ നിക്ഷേപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെരുപ്പിന്റെ 1 രൂപയുടെ ഒക്കെ വിലയറിയാവുന്ന പൊന്നുമോനായിരുന്നു മിഥുൻ. ഏറ്റവും ഒടുവിൽ തന്റെ സഹപാഠിയുടെ, തന്റെ സുഹൃത്തിന്റെ ചെരുപ്പ് മുകളിലേക്ക് പോയപ്പോൾ അത് ഞാൻ എടുത്തു നൽകാമെന്ന് ചിന്തിക്കുന്നതും, അങ്ങനെ ദാരിദ്ര്യം അറിഞ്ഞതുകൊണ്ട്, അങ്ങനെ പണത്തിന്റെ വില അറിഞ്ഞതുകൊണ്ട്, ഒരു ചെരുപ്പിന്റെ വില അറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ കൂട്ടുകാരന് വേണ്ടി
ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് കയറിയതാണ്. നാളുകളായി വൈദ്യുതി കമ്പി അവിടേക്ക് താഴ്ന്നു കിടന്നിട്ട് പോലും ശ്രദ്ധിക്കാത്ത അധികൃതരുടെ മുഴുവൻ അനാസ്ഥയിൽ തന്റെ സുഹൃത്തിനു വേണ്ടി നന്മ ചെയ്യാൻ കയറിയ മിഥുനാണ് ഏറ്റവും ഒടുവിൽ ആ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. അത്രയും വേദന ഈ നാടിന് മുഴുവനുണ്ട് എന്നുള്ളത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഈ ഭൗതികദേഹവുമായി സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ അത്രയും കണ്ടതാണ്. മിഥുന്റെ നാട് കടന്നാണ് ഇവിടേക്ക് വന്നത്. അപ്പോഴൊക്കെ ഈ റോഡരികിൽ റോഡിന് ഇരുവശത്തും തടിച്ചുകൂടി നിന്ന ഒരു ജനസഞ്ചയം മിഥുൻ ആദരമർപ്പിക്കുകയായിരുന്നു. മിഥുനോട് ഏറ്റവും ഒടുവിലും ഇവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ ചേർന്ന് മാപ്പ് ചോദിക്കുന്ന കാഴ്ച അത് തന്നെയാണ് ഈ സ്കൂളിൽ കാണാനും കഴിയുന്നത്. അവന്റെ കൂട്ടുകാരുണ്ട്, അവന്റെ പ്രിയപ്പെട്ടവരുണ്ട്. അവരോരോരുത്തരും പറയുന്ന കഥകൾ, അവനെക്കുറിച്ച് പറയുന്ന ഓർമ്മകൾ കേട്ടാൽ നമുക്ക് കണ്ണു നിറയാതെ അത് കേട്ടിരിക്കാൻ കഴിയില്ല. കാരണം അത്രയധികം ഈ ചെറിയ പ്രായത്തിൽ തന്നെ പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളതാണ്. ആ നാട്ടിലെ ഫുട്ബോൾ ക്ലബിലെ പ്രിയപ്പെട്ടവനായിരുന്നു. ഈ സ്കൂളിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇവിടേക്ക് പ്രിയപ്പെട്ടവനാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനും കഴിഞ്ഞതാണ്. എന്തായാലും ഈ ഏറ്റവും ഒടുവിലെ അവസാന യാത്രയിൽ ഇപ്പോൾ ഈ മിഥുൻ എന്ന പൊന്നുമോനായി ഇപ്പോഴും ആളുകൾ ഇവിടെ ഒരു വലിയ ആൾക്കൂട്ടം ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ആംബുലൻസ് ഈ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഈ മുഴുവൻ ആളുകളെയും ഇവിടെ നിന്നും ഈ പൊതുദർശനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണമാണ് ഒരുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി മിഥുന്റെ വീട് സന്ദർശിച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ മിഥുന്റെ അമ്മ, നെഞ്ചുലഞ്ഞ് ചങ്കുപൊട്ടിയ അമ്മ സ്വന്തം മകനെ അവസാന നോക്കു കാണാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും മിഥുൻ സാധാരണ വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ അത്രയും സന്തോഷത്തോടെ സ്വന്തം അമ്മയെ സ്വീകരിക്കേണ്ട, കെട്ടിപ്പിടിക്കേണ്ട, മിഠായി എവിടെയെന്ന് ചോദിക്കേണ്ട മിഥുനാണ് ചേതനയറ്റ ശരീരമായി അമ്മയ്ക്ക് മുന്നിലേക്ക് കാണാൻ പോകുന്നത്. എന്തൊരു കാഴ്ചയാകും അത് എന്ന് ഇപ്പോഴും നിശ്ചയമില്ല. കാരണം അത്രയും വേദന ആ സമയത്തേക്കുണ്ടാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അനുജ.